എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 47 ശ്ലോകം 6, 7, 8, 9, 10 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഉദ്ധവനെ അങ്ങോട്ട് കണ്ടപ്പോൾ ഭഗവാന്റെ സ്മരണ കൊണ്ട് അവർക്ക് എന്തൊക്കെയാ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാൻ വയ്യാതെയായിട്ട് അവരിങ്ങനെ അവരുടെ ഉള്ളു തുറന്ന് ഓരോരുത്തരും ഒരു പരപുരുഷനെ ആദ്യമായിട്ട് കാണുകയാണ് ഉദ്ധവനെ. അതൊന്നും അവരതൊന്നും ചിന്തിക്കുന്നേ ഇല്ല. അവരുടെ ഉള്ളിലുള്ള ആ വിഷമം മുഴുവൻ അങ്ങനെ തുറന്ന് വികാരപരമായിട്ട് അങ്ങനെ പ്രകടിപ്പിക്കുകയാണ് ഉദ്ധവന്റെ മുമ്പിൽ. ആ വിരഹ ദുഃഖം അവരുടെ മനസ്സിനങ്ങനെ ഹൃദയത്തിനെ കീറി മുറിക്കേണ്ടെന്ന് അത് വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അന്യേഷ്വർത്ഥകൃതാ മൈത്രി യാവദർത്ഥവിഡംബനം പുംഭി സ്ത്രീഷു കൃതായത്വൽ സുമനസ്വിവ ഷഡ്പദൈഃ. മാതാപിതാക്കന്മാരെ അല്ലാണ്ട് മറ്റാരെയും സ്നേഹിക്കാതിരിക്കാൻ ആർക്കെങ്കിലും കഴിയോ? എന്തിനാ ഇങ്ങനെ പറയണത്? എന്നാന്നും അങ്ങനെ വിചാരിക്കണ്ടെന്നുള്ള മറ്റില് പറയുക. കാര്യസാധ്യത്തിന് വേണ്ടി മറ്റു ചിലരെയൊക്കെ സ്നേഹിക്കും, അത് ശരിയാണല്ലോ, അത് ലോക സ്വഭാവമാണ്. എന്നാലേ ആ സ്നേഹം ഉദ്ദേശിച്ച കാര്യം സാധിക്കുന്നത് വരെ മാത്രം ഉണ്ടാവുള്ളൂ. അല്ലാതെ പരമാർത്ഥ സ്നേഹമൊന്നുമല്ല. ഏതുപോലെ എന്നാൽ ഒരു ഉദാഹരണം പറയാം. കാമതൃപ്തി വരുത്താനായിട്ട് സ്ത്രീകളെ സ്നേഹിക്കുന്ന പുരുഷന്മാര് വിരക്തന്മാരായ ഉടനെ അവരെ ഉപേക്ഷിക്കണ്ടല്ലോ. ഏതഹരേവ വിരജേൽ തദഹരേവ പ്രവ്രജേൽ. ശ്രുതിവാക്യാണ്. വിരക്തി വന്ന ദിവസം തന്നെ ഗൃഹധർമ്മത്തെ ഉപേക്ഷിച്ച് സന്യസിക്കേണ്ടതാണ് എന്നാണ് ആ ശ്രുതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ സ്ത്രീകളെ ഉപേക്ഷിക്കുന്നത് പാപാണെന്ന് വിചാരിക്കാനും പാടില്ല. ആ സ്ത്രീകൾ പിന്നെ ജീവിച്ചാൽ എന്താ, മരിച്ചാൽ എന്താ, ആ പുരുഷന്മാർക്ക് പിന്നെ യാതൊരു വിചാരവും അവരെ കുറിച്ചുണ്ടാവേണ്ട ആവശ്യമില്ല. തേൻ കുടിക്കാനായിട്ടേ വണ്ടുകള് പുഷ്പങ്ങളിൽ ചെന്നിരുന്ന് തേനെല്ലാം ആസ്വദിച്ചു കഴിഞ്ഞാൽ ആ പുഷ്പങ്ങളെ ഉപേക്ഷിച്ച് വണ്ടുകളും പോണു. ആ പൂക്കൾ വാടി ഉണങ്ങി കൊഴിഞ്ഞു പോയാല് ഈ വണ്ടുകൾക്ക് എന്താ? യാതൊരു ചിന്തയില്ല. അതുപോലെയല്ലേ നിസ്വം ത്യജന്തി ഗണിക അകൽപ്പം നൃപതിം പ്രജാ അധീത വിദ്യാചാര്യം ഋത്വിജോ ദത്തദക്ഷിണം. കാര്യം കഴിഞ്ഞാൽ വിട്ടുപോകും എന്ന് പറഞ്ഞത് ഇതാ. പിന്നെയും ഇതാ കുറെ ഉദാഹരണങ്ങൾ കൊണ്ടിങ്ങനെ പറയും. ഓരോരുത്തരിങ്ങനെ മാറി മാറി പറയാണ്. അവരുടെ ഉള്ളത് മുഴുവൻ അങ്ങനെ തുറന്നടിക്കാണ് ഉദ്ധവനോട്. ധനം മോഹിച്ചിട്ടേ പരപുരുഷന്മാരെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ആ വേശ്യകളുണ്ടല്ലോ, ആ വേശ്യകള് മുതലെല്ലാം അപഹരിച്ചു കഴിഞ്ഞാൽ ആ പുരുഷനെ പിന്നെ സ്വീകരിക്കില്ല, പിന്നെ അവനെ പുറത്താക്കും. അതേപോലെ തന്നെയാണ്. വേണ്ട പോലെ പരിപാലിക്കാൻ ആസക്തനാണെന്ന് കണ്ട ജനങ്ങള് രാജാവിനെ രാജഭ്രഷ്ടനാക്കി മറ്റൊരാളെ ആ രാജസ്ഥാനത്തിൽ പ്രതിഷ്ഠിക്കും. പഠിക്കേണ്ടതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ശിഷ്യന്മാര് ഗുരുനാഥനെയും ഉപേക്ഷിക്കും. ദക്ഷിണ വാങ്ങിക്കഴിഞ്ഞാൽ ആർക്കു വേണ്ടി കർമ്മം ചെയ്തുവോ ആ യജമാനനെ ഋത്വിക്കുകളും ഉപേക്ഷിക്കും. ഇവരെല്ലാം കാര്യത്തിനു വേണ്ടി മാത്രം അന്യരെ സ്നേഹിക്കുന്നവരാണ്. വീതഫലം വൃക്ഷം ജാതിഥയോ ഗൃഹം ദഗ്ധം മൃഗാസ്തധാരണ്യം ജാരോ ഭുക്ത്വാ രതാം സ്ത്രീയം. മരത്തില് കായകൾ നിറഞ്ഞു നിൽക്കുമ്പോ പക്ഷികള് ആ മരത്തിൽ ചെന്നിരുന്ന് ധാരാളം അങ്ങനെ ഫലങ്ങൾ ഭക്ഷിക്കും. കായകളെല്ലാം തീർന്നാലും പിന്നെ ആ വൃക്ഷത്തിലേക്ക് പിന്നെ പക്ഷികൾ പോവും? ഇല്ല, ആ വൃക്ഷത്തെ അങ്ങ് ഉപേക്ഷിക്കും. എന്നാൽ വിശേഷ ബുദ്ധിയില്ലാത്തവര് അത് ചെയ്യണത് ശരിയാണ്, അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അവരെന്നെ എങ്ങനെ ചെയ്യണം? അപ്പോഴോ അതിഥികൾ വന്നു കഴിഞ്ഞിട്ട് ഒരു ഗൃഹത്തിൽ ചെന്ന് ഭക്ഷണം കഴിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് പോവില്ലല്ലോ, പിന്നെ വേറെ ഗൃഹത്തിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ പോകും. ഊണ് കഴിഞ്ഞാൽ ആ ഗൃഹം വിട്ടുപോകും. മാന് മുതലായിട്ടുള്ള മൃഗങ്ങള് നല്ല പുല്ലുള്ള കാടുകളിൽ മേഞ്ഞ് പുല്ല് തിന്ന് സുഖമായിട്ട് നടക്കും. പെട്ടെന്ന് കാട്ടുതീ പിടിപെട്ട് ആ കാടെല്ലാം നയിച്ചു പോയാലോ പിന്നെ ആ കാട്ടില് മൃഗങ്ങൾ പോവോ? ഇല്ല, മേച്ചിലിന് പോവേ ഇല്ല. ആഗ്രഹിച്ചതായ സ്ത്രീയോട് ചേർന്ന് സുഖിച്ചു കഴിഞ്ഞാൽ ജാരൻ പിന്നെ ഉടനെ അവളെ വിട്ടുപോകും. ആളുടെ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളുടെ അടുത്തേക്ക് പിന്നെ ജാരൻ പോവുകയില്ല. അവൾക്ക് അവനെ കുറിച്ചിട്ടുള്ള രതി അവസാനിച്ചിട്ടില്ല എന്ന് വെച്ചാലും ജാരൻ അതിനെയൊന്നും വില വയ്ക്കില്ല.
തന്റെ കാര്യം സാധിച്ചു കഴിഞ്ഞു, പിന്നെന്താ, പിന്നെ അവളെ ഗണിക്കാതെ അവൻ പോകും. ഇതി ഗോപ്യോ ഹി ഗോവിന്ദേ ഗതവാക്കായ മാനസാ കൃഷ്ണദൂതേ വ്രജം യാതേ ധവേ ത്യക്തലൗകികാ ഗായന്ത്യ പ്രിയ കർമാണി രുദത്യശ്ച ഗതഹ്രിയ തസ്യ സംസ്മൃത്യ ൈശോരബാല്യയോ. കൃഷ്ണദൂതനായ ഉദ്ധവൻ ഗോകുലത്തിൽ വന്ന ഈ അവസരത്തില് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഗോപികളുടെ വാക്കും ദേഹവും മനസ്സും ഇങ്ങനെ പറഞ്ഞു അവര് ആ ഗോവിന്ദനിൽ തന്നെ അവിടെ ലയിച്ചു. പരപുരുഷനോടാണ് ഇങ്ങനെ സംഭാഷണം ചെയ്യണത്, അത് അനുചിതാണ്, അങ്ങനെയുള്ള ചിന്തകളൊന്നും ഉണ്ടായില്ല. അവരതൊന്നും ചിന്തിക്കണേയില്ല. അവരുടെ മനസ്സിൽ ഗോവിന്ദൻ മാത്രം, ആ ഗോവിന്ദൻ മാത്രം. ആലോചിക്കാനുള്ള മനസ്സൊന്നും അവർക്കില്ല. അവരുടെ മനസ്സ് ഗോവിന്ദന്റെ കയ്യിലല്ലേ. കുട്ടിക്കാലത്തും ബാല്യാവസ്ഥയിലും യൗവനാവസ്ഥയിലും ഒക്കെ ശ്രീകൃഷ്ണൻ ചെയ്തിരിക്കുന്ന ആ മനോഹര ലീലകളെ കുറിച്ചുള്ള ആ വിചാരങ്ങൾ ഇങ്ങനെ തേട്ടി അങ്ങോട്ട് വന്നപ്പോ സ്ത്രീകൾക്ക്, അവർക്ക് ആ സ്വഭാവേന ഉണ്ടാകുന്ന ആ ലജ്ജയും കൂടി അവർക്ക് അതൊന്നും ഇല്ലാണ്ട് ശ്രീകൃഷ്ണ ചേഷ്ടകളെ കുറിച്ചുള്ള ആ കീർത്തനങ്ങൾ അവരങ്ങനെ ഉറക്കെ അങ്ങനെ പാടാൻ തുടങ്ങി. വിരഹദുഃഖം സഹിക്കാൻ കഴിയാതെ ഉറക്കെ കരയാൻ തുടങ്ങി ആ ഗോപ സ്ത്രീകൾ. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.